ഏറ്റവും പേടിയുള്ളൊരു കാര്യമാണെന്ത് ഫോളോ അപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ. എന്തുകൊണ്ടാണ് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പേടി? നമ്മൾ അവരെടുത്തുനിന്ന് നോ പ്രതീക്ഷിക്കുന്നതിന് കൊണ്ടാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു നോ കേൾക്കുന്ന സമയത്ത് നമ്മളൊന്ന് ആ നോയെ ഒന്ന് റീഡിഫൈൻ ചെയ്തു വെക്കണം. എന്തിനാണ് അവർ നോ പറഞ്ഞത്? കസ്റ്റമർ 3 കാര്യത്തിനായിരിക്കും കസ്റ്റമർ നോ പറഞ്ഞിട്ടുണ്ടാവുക. ഒന്ന്, നോട്ട് റെഡി ടു ബൈ. ആ സമയത്ത് നമ്മൾ വിളിക്കുന്ന സമയത്ത് അയാൾക്ക് അത് വാങ്ങാൻ ആയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഒന്നുകിൽ അദ്ദേഹം നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങാനുള്ള ആ എമൗണ്ട് അയാളുടെ കയ്യിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അയാൾക്ക് ആ സമയത്ത് ആ പ്രൊഡക്റ്റ്, ഇപ്പോൾ ഹോളിഡേയ്സിലൊക്കെ ആണെങ്കിൽ ആ പ്രൊഡക്റ്റ് അപ്പം വേണ്ടി വരത്തില്ല. അപ്പോൾ ആൾ എന്ത് ചെയ്യും? നോ പറയും. രണ്ടാമത്തെ ഒരു നോ പറയുന്നത് എന്താ, ഒരു വിശ്വാസക്കുറവുണ്ടാവുക. അതായത് നിങ്ങൾക്കിത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ക്ലോസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങളത് ചെയ്തു തരുമോ എന്നുള്ള ഒരു വിശ്വാസക്കുറവുണ്ടാവുന്ന സമയത്താണ് രണ്ടാമത്തെ നോ പറയാം. മൂന്നാമത്തത് അവർ കൺഫ്യൂസ്ഡ് ആവുന്ന സമയത്ത്. അപ്പോൾ നമ്മുടെ അടുത്തൊരു റേറ്റ് ഉണ്ട്, വേറൊരാളോട് അയാൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, കൊട്ടേഷനൊക്കെ എടുത്തിട്ടുണ്ടാവും. ഈ റേറ്റ് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യും, അവർക്ക് തോന്നാം ഇവരെ കയ്യിൽ നിന്ന് വാങ്ങണോ, അല്ലെങ്കിൽ പോസ്റ്റിങ്ങിൻ്റെ ടൈം ആണെങ്കിൽ, ഇപ്പോൾ നമ്മളോട് പറയുന്ന പോസ്റ്റിങ്ങിൻ്റെ ടൈം ആണെങ്കിൽ അവർ വിചാരിക്കും അവർ പോസ്റ്റ് ചെയ്ത് തരുമോ ഇല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നേക്കാം. ഈ 3 റീസണുകളിലാണ് ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് നിന്ന് നോ പറയുന്നത്. അപ്പോൾ നോ നമ്മളോടാണോ പറയുന്നത്? ഒരിക്കലും നോനെ എന്ത് ചെയ്യരുത്, നമ്മുടെ ഒരു പേഴ്സണൽ ഇഷ്യൂ ആക്കി എടുക്കാതിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ മടി ഉണ്ടാവുമോ? എന്തിനാ അവർ പറഞ്ഞിട്ടുണ്ടാവുക? ഈ 3 കാര്യത്തിനേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ.